മാധവൻ്റെ പേര് ഡെന്നിസ് എന്നാണ്. അതുപോലെ നമ്മുടെ സമ്മർ റിഫ്ലെക്റ്റിൽ സുരേഷ് ഗോപി സാറിൻ്റെ പേരും ഡെന്നിസ് എന്നാണ്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. ആ ചോദ്യം പോകേണ്ടത് ഡയറക്ടർ സാറിനോടാണ്. ഡയറക്ടർ സാർ ஆக்சுவலாக அந்த எனக்கு தெரியாது சுரேஷ் கோபி சாரோட ஃபேமஸ் அந்த டென்னிஸ்ன்ற கேரக்டர். எல்லோரும் சொன்னாங்க, சார் நீங்கள் எப்படி சார் அது இப்போ நீங்கள் எங்கள் ஃபாதருடைய கேரக்டர் ஒரு மூவியில் ரொம்ப ஃபேமஸ் அப்படின்ற கோயின்சிடென்ஸ். ஆக்சுவலாக நான் பிளான் பண்ணிடலாம் பண்ணேன், டென்னிஸ் நான் ஃபிக்ஸ் பண்ணிட்டுருக்கேன். அப்படி தான் கோயின்சிடென்ஸ். താങ്ക് യു. അതുപോലെ ഗോകുൽ നല്ല സപ്പോർട്ടീവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനും ഈ പറഞ്ഞ ഗോകുൽ പറഞ്ഞു വരുമോ ഗോകുൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അച്ഛൻ ആക്ടർ എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടർ അത്ര സപ്പോർട്ട് മീൻസ് അത്ര അഡ്വൈസൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ സ്റ്റിൽ ഗോകുൽ തരുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് തരുന്നത് അഡ്വൈസസ്? എന്ത് രീതിയിലാണ്? ഒരു ആക്ടിങ് എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ള ഒരു തൊഴിലാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നല്ലേ, എനിക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എൻ്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട്. അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ്. വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. സോ ഐ ഡോണ്ട് തിങ്ക് അഗൈൻ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്നൊരു മേഖലയാണ്. സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്, ബട്ട് അഗൈൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചർ വേണം. അപ്പോൾ എൻ്റെ യുണീക്നെസ്സിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗോകുൽ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അഡ്വൈസ് അല്ല. ഒരു ആക്ടർ എങ്ങനെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ഹി നോസ് മോർ ദൻ മീ. സോ ഐ ടേക്ക് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അതേപോലെ ഞാൻ ഫസ്റ്റ് സിനിമ JSK ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജുവേട്ടൻ. ഹീ ടോൾഡ് മീ ദാറ്റ് ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു 2-3 തവണ ഞാൻ രാജുവേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ രാജുവേട്ടനെ എനിക്ക് അതിലൂടെ പിടിച്ചതാണ്.